ഇപ്പം ചേട്ടാ, ബേപ്പൂരിന്റെ സുൽത്താൻ എന്ന് നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ള മുഖം മാറുകയാണ്. ബേപ്പൂരിന്റെ സുൽത്താനായിട്ട് നിലവിൽ ഇപ്പോൾ ഉള്ളത് മരുമകനാണ് മുഹമ്മദ് റിയാസ്. നമ്മുടെ ടൂറിസം മന്ത്രിയായിട്ടുള്ള, പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ കോട്ടയായിട്ട് ബേപ്പൂർ പരിവർത്തനപ്പെട്ടു. ഇപ്പൊ PV അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു. ഇപ്പൊ PV അൻവർ ആണ് ഇത്തവണ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുന്നത്. അതേപോലെ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ആണ് മത്സരിക്കുന്നത്. ബേപ്പൂർ അങ്ങനെ കോട്ടയായിട്ടില്ല എന്നാണ് PV അൻവർ പറയുന്നത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റീൽസ് കഥകളല്ല, റിയൽ കഥകളാണ് PV അൻവർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത്. എന്താണ് ബേപ്പൂരിന്റെ അവസ്ഥ? അല്ല, ബേപ്പൂര് ഇവരുടെ ഒരു ചുവന്ന കോട്ടയാണ്. ഈ പറയുന്ന മുഹമ്മദ് റിയാസ് അവിടുന്ന് ജയിച്ചിരിക്കും എന്നൊക്കെയാണ് ഇവരുടെ അവകാശവാദം. അപ്പോൾ PV അൻവർ എന്ന് പറയുന്ന ഒരു വേള മുഖ്യമന്ത്രി പിണറായി വിജയനെ പിതാവിൻ്റെ സ്ഥാനത്ത് കണ്ടിരുന്ന ആളെന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഈ നിലമ്പൂർ ജയിപ്പിച്ച് പാർട്ടി, മലപ്പുറത്ത് നിലമ്പൂർ ജയിപ്പിച്ച് പാർട്ടി കൂടെ നിർത്തിയ ആളും, P ശശി എന്ന് പറയുന്ന നേതാവിനെ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് ദത്തെടുത്ത് കൊണ്ടുവന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയോ അന്ന് മുതലാണ് തെറ്റുന്നത്. ഇപ്പോൾ PV അൻവർ എങ്ങനെയാണ് തെറ്റുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹമായിട്ടുള്ള അടുപ്പം പോകുന്നത് ഇപ്പോൾ ഇവരുടെ സഖ്യത്തിനിടയിലൂടെ ഒരാൾ കടന്നു വരികയാണ്. അപ്പോൾ കടന്നു വന്നു കഴിയുമ്പോൾ ഇയാളെ ഇവിടെ അടുപ്പിക്കണോ എന്ന് മറ്റേയാൾ തീരുമാനിക്കുന്നു. അങ്ങനെ ഈ പറയുന്ന ആ ത്രയം അങ്ങ് പൊളിയുകയാണ്. അത് MR അജിത് കുമാർ തുടങ്ങിയിട്ടുള്ള ഒരു ടീമാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട, മുഖ്യമന്ത്രിയെ പിതാവായി കാണുന്ന രീതിയിൽ കണ്ടിരുന്ന അൻവറാണ്. അപ്പോൾ PV അൻവർ എന്ന് പറയുന്ന ആളിനെ അടർത്തിയെടുത്ത് കൊണ്ടുവന്ന് ഈ പറയുന്ന നിലമ്പൂർ പിടിച്ചൊരു പാർട്ടിയാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിനെ പിന്നീട് പുകച്ചു പുറത്തിയടിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പുറത്തു പോകുന്നത്. അദ്ദേഹത്തിനെതിരെ ഒരുപാട് അലിഗേഷനൊക്കെ ഇവർക്ക് മറുപക്ഷത്തിന് പറയാനുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ബേപ്പൂരത്തെ കഥ പറയുകയാണെങ്കിൽ, ബേപ്പൂർ തനിക്ക് മത്സരിക്കണം, മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കണം എന്ന് ഈ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഈ പറയുന്ന നിലമ്പൂർ നടക്കുമ്പോൾ തന്നെ പറഞ്ഞ വ്യക്തിയാണ് PV അൻവർ. അപ്പോൾ PV അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് പോലും അറിയാത്ത നിരവധി രഹസ്യങ്ങൾ ചിലപ്പോൾ വിളിച്ചു പറയാനുണ്ടാവും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്. അപ്പോൾ ഇനി ഒരിക്കൽ കൂടെ ഭരണത്തിൽ മുഖ്യമന്ത്രി വരികയാണെങ്കിൽ ആദ്യം പൂട്ടാൻ നോക്കുന്നത് PV അൻവറിനെ ആയിരിക്കും. കാര്യം അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്, ബിസിനസ്സുകാരനാണ്. PV അൻവറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. എന്നാൽ രാഷ്ട്രീയക്കാരന്റെ മേലങ്കി അണിഞ്ഞ ശേഷം നിരവധി തിരഞ്ഞെടുപ്പുകൾ അദ്ദേഹം നേരിട്ട് കയ്യിൽ നിന്ന് കാശ് മുടക്കി മത്സരിച്ച് പലയിടത്തും അദ്ദേഹം തോറ്റ ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ജനപ്രിയതയുണ്ട്. ആ ജനപ്രിയത ഇവിടെ അദ്ദേഹം കാണിക്കും. ബേപ്പൂർ ഇവരുടെ ചുവന്ന കോട്ടയാണ്. ഞാൻ തമാശ രൂപേണ നമ്മളതിൽ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ ഉത്സവ സ്ഥലങ്ങളിൽ വരെ ഈ പറയുന്ന റിയാസ് എത്താറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം റീൽസ് കുട്ടപ്പൻ എന്ന ഇരട്ടപ്പേരുള്ളത് കൊണ്ട് തന്നെ റീൽസ് എടുക്കാനുള്ള ഒരു താല്പര്യത്തിൽ ഇദ്ദേഹം എത്താറുണ്ട്. അവിടെ ബേപ്പൂർ ഉണ്ടാകാറുണ്ട്. ഇനി കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അൻവർ പറയുന്ന പോലെ ഈ ദേശീയപാത, ഇപ്പൊ നമ്മളെ കൺമുന്നിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് ദേശീയപാതയുടെ കാര്യങ്ങളും മറ്റുമൊക്കെ. അല്ല, ദേശീയപാതയെ നമുക്ക് തുടരേണ്ട ആവശ്യമില്ല. കാരണം ദേശീയപാതയിൽ പിതൃത്വം തനിക്കില്ല എന്ന് പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ദേശീയപാതയിൽ പങ്കില്ല. പിന്നീട് ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരു ആക്ഷേപം എന്ന് പറയുന്നത്, ബേപ്പൂർ ഫെസ്റ്റ് നമ്മൾ കണ്ടതാണ്. പൊതുവെ ഫെസ്റ്റുകളൊക്കെ നടക്കുന്ന സമയത്ത് സ്പോൺസർഷിപ്പുകൾ ഉണ്ടാവാറുണ്ട്. അത് ആണ് കാരണം നമ്മളുടെ സാമ്പത്തിക അവസ്ഥയനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഘടകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുസരിച്ച് നമ്മൾ സ്പോൺസർഷിപ്പ് അനുസരിച്ചാണ് ഇത്തരം പരിപാടികളൊക്കെ, അല്ലെങ്കിൽ ഇത്തരം വലിയ പരിപാടികളൊക്കെ സംഘടനം ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ ബേപ്പൂരിന്റെ സുൽത്താനായി കൽപ്പിച്ചു കൊടുത്തത് കൊണ്ടായിരിക്കാം മരുമകനസത്തിന്റെ മറ്റൊരു വേർഷനാണ് PV അൻവർ പറയുന്നത്. 25 കോടിയാണ് ഒന്നും നോക്കാതെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് ബേപ്പൂർ ഫെസ്റ്റിനായിട്ട്. അതേപോലെ 4 കല്ലുകൾ ഇദ്ദേഹം വിട്ടിട്ടുണ്ട്. അവിടുത്തെ വികസന പദ്ധതികളായിരിക്കാം PV അൻവർ ഉദ്ദേശിക്കുന്നത്. ആ 4 കല്ലുകൾക്ക് 25 ലക്ഷം രൂപയാണ് എഴുതി തള്ളിയിരിക്കുന്നത്. ഇത് എനിക്ക് ചെറിയ അല്ലെങ്കിൽ ബോംബുകളായിട്ട് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. കാരണം ഇത് ഒരു പത്രസമ്മേളനമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു നീണ്ട പ്രസംഗമോ ഒന്നും ആയിരുന്നില്ല. അത്തരം നീണ്ട പ്രസംഗങ്ങളിലേക്ക് PV അൻവർ കടക്കുമ്പോഴായിരിക്കാം പണ്ട് ഇദ്ദേഹം ഈ പാർട്ടി വിട്ട് ഇറങ്ങി വന്ന സമയത്തുണ്ടായിരുന്ന ജന ആരവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കുന്നത്. അതേപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുകയുണ്ടായി, ഇത് നിങ്ങൾ കണ്ട പഴയ അൻവർ അല്ല, ഇത് പുതിയ അൻവർ ആണ് UDFന്റെ ഭാഗമായി നിൽക്കുന്നത്. അതേപോലെ തന്നെ കൃത്യമായി ഭരണവിരുദ്ധ വികാരം എടുത്ത് പറയാൻ സാധിക്കുന്ന ഒരു നേതാവായിട്ടാണ് PV അൻവറിനെ അവർ അവതരിപ്പിക്കുന്നത്. അത് PV അൻവർ ഇപ്പോൾ പറയുന്നതുമുണ്ടായിരുന്നു, ഭരണവിരുദ്ധ വികാരത്തെ പറ്റി കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. റീൽ സ്റ്റാറിന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ബേപ്പൂരിലുള്ള ഒരു സഖാക്കൾ പോലും, ഇദ്ദേഹം പാർട്ടിയുമായി അത്ര അടുത്ത നാളല്ലേ, സഖാക്കൾ എന്നോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു സഖാവായിരുന്ന ആളാണ്, ഇതുവരെ ബേപ്പൂരിന്റെ ഈ ഒരു മരുമകനെ എങ്ങും കണ്ടിട്ടുണ്ടായിരുന്നില്ല. റീലുകൾ സംബന്ധിച്ച് വീഡിയോകൾ എടുക്കാനും, അതേപോലെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു ആക്ഷേപം, ഇദ്ദേഹം തന്റെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള
ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ അല്ലെങ്കിൽ സ്ട്രീറ്റ് നൈറ്റ് ലൈഫിന്റെ ഒരു കുറേയധികം ദീപങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും കത്താത്ത സാഹചര്യം. ഇത് വെറും കത്തിച്ച് എനിക്ക് തോന്നുന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇദ്ദേഹം റീൽ എടുക്കാൻ വരുമ്പോൾ മാത്രം കത്തുകയും ഇദ്ദേഹം തിരിച്ച് ബേപ്പൂരിൽ എത്തുമ്പോഴത്തേക്കും ഓഫ് ആക്കുകയും ചെയ്യുന്ന എന്തെങ്കിലും അവസ്ഥയാണ് ഇവിടെ നടക്കുന്നത്. അതേപോലെ വിവിധ ഇടങ്ങളിൽ മാത്രം ഉദ്ഘാടനങ്ങൾ ചെയ്യുക, അതേപോലെ അല്ലെങ്കിൽ ശോചനാവസ്ഥയിലുള്ള വലിയ അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇല്ലാത്ത പാലങ്ങൾക്ക് പെയിന്റ് അടിച്ച് പാലങ്ങൾക്ക് ഉദ്ഘാടനം നടത്തുക, ഇതൊക്കെയാണ് പുതിയ ഒരു ട്രെൻഡായിട്ട് വരുന്നത്. ഇതാണോ ബേപ്പൂരിന്റെ പുതിയ വികസനം എന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? അതേപോലെ ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ, ഇദ്ദേഹം SFIയിലും DYFIയിലും ഒക്കെ പ്രവർത്തിച്ച പ്രവർത്തകനായിരുന്നു. പ്രവർത്തക പാരമ്പര്യമുള്ള അല്ലെങ്കിൽ സമര പോരാട്ടങ്ങളിലൂടെ ഒക്കെ കടന്നു വന്നിട്ടുള്ള നേതാവാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത്. അല്ലാതെ കൃത്യം ഇദ്ദേഹം പിണറായി വിജയന്റെ മരുമകനായതുകൊണ്ട് മാത്രം, അമ്മായിയച്ഛനെ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെ തരം താഴ്ത്താൻ പറ്റുന്ന ഒരു നേതാവല്ല. പാർട്ടി പാരമ്പര്യമുണ്ട്. പിന്നീട് മരുമകനായി പോയത് അയാളുടെ ഒരു കുറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. പക്ഷേ PV അൻവർ പറയുന്നുണ്ട് അതിനെ ആരും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇയാൾ ചെയ്ത പ്രവൃത്തിയെയും അല്ലെങ്കിൽ ബേപ്പൂരിന്റെ അവസ്ഥയും മാത്രമാണ് താൻ പറയുന്നത്. അവിടുത്തെ CPM പാർട്ടി നിലപാടുകൾ ഇതൊരു കോട്ടയമൊന്നുമല്ല, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന് CPMന്റെ ഒരു കാലത്ത് പ്രതിനിധി ആയിരുന്ന ഒരാളാണ് പറയുന്നത്. കോട്ട പൊളിക്കാനുള്ള തന്ത്രങ്ങളും ഇവരുടെ കയ്യിൽ അല്ലെങ്കിൽ കൈവശം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറയുന്നത്. 40 വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ അത്രയും പ്രായം കുറഞ്ഞ ആൾക്കാരാണ് ഇപ്പൊ അവിടുത്തെ കോട്ടയെന്നും പറഞ്ഞ് ചെങ്കുടിയും പിടിച്ച് കോഴിക്കോടത്തെ നേതാക്കന്മാർ ചെങ്കുടിയും പിടിച്ച് നടക്കുന്നതെന്ന് PV അൻവർ പറയുന്നു. ഇതൊന്നുമല്ല കോട്ട, നിങ്ങളുടെ കോട്ട എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് വെറും അംഗത്തിനല്ല കുറിച്ചിരിക്കുന്നത്. മുഹമ്മദ് റിയാസിന് ഏറ്റവും നല്ല എതിരാളിയാണ് PV അൻവർ എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഇത്തരം അല്ലെങ്കിൽ വർത്തമാനത്തിലൂടെ അദ്ദേഹം കാണിക്കുന്നത്. ഇനി നമുക്ക് കാത്തിരിക്കാനുള്ളത് നീണ്ട പ്രസംഗങ്ങളിലേക്കാണ്. ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഭരണവിരുദ്ധ വികാരത്തെ ഏത് രീതിയിലാണ് PV അൻവർ ബേപ്പൂരിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ പോകുന്നത്. അതിലൂടെ എന്തായിരിക്കാം ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നത്? റിയാസിന് സ്വാധീനമുള്ള മണ്ണാണ് ബേപ്പൂർ. ആ ബേപ്പൂരിൽ തന്റേതായിട്ടുള്ള തട്ടകം ഉയർത്തിയെടുക്കാൻ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ ലേബലിൽ മത്സരിക്കുമ്പോൾ ആ കോട്ടയിലെ ജനങ്ങൾ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും. അതായത് ഇതിൽ PV അൻവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കോഴിക്കോട് ഘടകം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എടുത്തു പറയാവുന്ന ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു. അതിലൊരാളാണ് A പ്രദീപ് കുമാർ എന്ന നേതാവ്. ഇന്നിപ്പോൾ A പ്രദീപ് കുമാറിനെ ഈ ഭരണം അവസാനിക്കാൻ വെറും 3 മാസങ്ങളുള്ളപ്പോഴാണ് അദ്ദേഹത്തിനെ പ്രൈവറ്റ് സെക്രട്ടറി പദവിയിൽ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി കൊണ്ടിരുത്തുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കോഴിക്കോടത്തെ ഇപ്പോഴത്തെ മുഖം ഈ പറയുന്ന മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസ് നിങ്ങൾ പറഞ്ഞ പോലെ സമരപാരമ്പര്യവും ഒക്കെയുള്ളൊരു നേതാവായിരിക്കും. അദ്ദേഹം തന്നെ കണ്ടെത്തിയ ജില്ലാ നേതാക്കളാണ് മെഹബൂബും മുസാഫിറും ഒക്കെ എന്ന് പറയുന്ന 40 വയസ്സിന് താഴെയുള്ളവർ. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഹൈപ്പ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മുഹമ്മദ് റിയാസിനെ ഉപയോഗിച്ചാണ് കോഴിക്കോട്, കണ്ണൂർ, വയനാടൊക്കെ ന്യൂനപക്ഷ മുഖം എന്ന് പറഞ്ഞുകൊണ്ട് CPM അവതരിപ്പിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കേട്ട ഒരു സംഭവമാണ്. ഇവരുടെ ഈ കഴിഞ്ഞ ഭരണകാലത്ത് മലപ്പുറം പരാമർശം അവർ നടത്തി. അതിനു മുമ്പ് ഇവർക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 ഇവർ ജയിച്ചത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, ഈ മലബാർ ഏരിയയിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇവർക്ക് വിചാരിക്കാത്ത രീതിയിലൊരു സപ്പോർട്ട് അവർക്ക് കിട്ടി. ഈ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ അവർക്കൊരു നാഥനുണ്ട്, അത് ഇവർ ആരെങ്കിലും അവർക്കൊരു നാഥനായിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ടായാൽ അവർ അത് വോട്ട് ചെയ്യും, ജയിപ്പിക്കും. അത് മുൻകൂട്ടി അതിനെ മുതലെടുത്തുകൊണ്ടാണ് ഈ പറയുന്ന മുസാഫിറും മെഹബൂബും ഈ പറയുന്ന മുഹമ്മദ് റിയാസിനെയൊക്കെ അവർ ഉയർത്തിക്കാട്ടുന്നത്. പക്ഷെ അതിൽ കള്ളമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ന്യൂനപക്ഷ സമൂഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ കൊടുത്ത അദ്ദേഹത്തിന്റെ അഭിമുഖം. കാര്യം ഭൂരിപക്ഷത്തെ ഒരു വേള തഴഞ്ഞു, അതായത് ഒരു വേള വോട്ട് കിട്ടി ജയിച്ചു കയറിയത് ന്യൂനപക്ഷത്തിനെയാണ്. ഇനി അടുത്ത ഭരണം കിട്ടണമെങ്കിൽ ഭൂരിപക്ഷം വേണം. ഉടനെ അടവ് നയം മാറ്റുന്നു, ആ കള്ളത്തരം തിരിച്ചറിയുന്നു. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്, ഇങ്ങനെ ന്യൂനപക്ഷ മുഖമായി മുഹമ്മദ് റിയാസിനെയും വേറെ കുറച്ച് നേതാക്കന്മാരെ എടുത്തു കാണിക്കുമ്പോൾ ഭൂരിപക്ഷമൊന്നും നമ്മൾ പറയുന്നില്ല. കറകളഞ്ഞ കുറേ പാർട്ടി സഖാക്കൾ കോഴിക്കോടുണ്ട്. അതിലൊരു മുഖമായ പ്രദീപ് കുമാർ എവിടെ എന്ന് PV അൻവർ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പാർട്ടിയെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് ഈ മനുഷ്യനെ, ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന യുവ നേതാവിനെ കാണിച്ചാലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബേപ്പൂര് കേൾക്കുന്ന ഒരു ഭാഷ്യം ഉത്സവപ്പറമ്പുകളിൽ വരെ വന്നു പോയി റീൽസ് എടുത്ത് പോകുന്ന ഒരു നേതാവ്, പൊതുമരാമത്ത് മന്ത്രി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് G സുധാകരൻ കൈകാര്യം ചെയ്തൊരു വകുപ്പാണ്. നിങ്ങളത് ശ്രദ്ധിക്കുക. അതാണിപ്പോൾ നോക്കുന്നത്. പിന്നെ പാർട്ടിയുടെ പിന്നാമ്പുറങ്ങൾ കേൾക്കുന്ന ഒരു വർത്തമാനം എന്ന് പറയുന്നത്, മരുമകനെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ് 2ാം നിരയിലെ നേതാക്കളെ എല്ലാം അദ്ദേഹം എടുത്തുകൊണ്ടുവന്ന് ബാലഗോപാലിനെ മന്ത്രിയാക്കി, വീണ ജോർജിനെ മന്ത്രിയാക്കി, പറയുന്ന MP രാജേഷിനെ മന്ത്രിയാക്കി, വേറെ ആരെയല്ല, അതിൻ്റെ കൂടെ മുഹമ്മദ് റിയാസിനെയും മന്ത്രിയാക്കി. കാര്യം അദ്ദേഹത്തിന് മരുമകനെ മന്ത്രിയാക്കണം.
ആദ്യത്തെ ടേം ജയിച്ചു വരുന്ന ഒരാളാണ്. ഇവിടെ നിരവധി പേർ 2 ടേം MLA-മാരായ നിരവധി പേരുണ്ട്. ഫസ്റ്റാണ് ആദ്യമായിട്ട് MLA ആകുകയാണ് റിയാസ്. അപ്പം മരുമകനിസം സ്ഥാപിക്കാൻ അതും അദ്ദേഹം അല്ല ഈ പേര് നിർദ്ദേശിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ. അതായത് വിജയരാഘവന്റെ ഭാര്യയായ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിൻ്റെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ, പോൾ ബ്യൂറോ അംഗം പിണറായി വിജയൻ പറയുന്നു. മറിച്ച് വിജയരാഘവൻ ഇദ്ദേഹത്തിൻ്റെ മരുമകൻ ആയിട്ടുള്ള റിയാസിൻ്റെ പേര് പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കൂട്ടുകച്ചവടത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ബിന്ദു സ്ഥാനാർത്ഥിയാകുന്നതും റിയാസ് സ്ഥാനാർത്ഥിയാകുന്നതും. പിന്നീട് മന്ത്രിയായി 2ാം നിരക്കാരെ ഇങ്ങനെ അവരോധിക്കുമ്പോൾ, MP രാജേഷ് വരെയുള്ളവരെ അവരോധിക്കുമ്പോൾ റിയാസിനെ ആക്കിയാൽ ഒരു പരാതി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന എല്ലാ 2ാം നിര നേതാക്കളെയും വെക്കുന്നത്. എന്നിട്ട് അവസാനം ഈ PM ശ്രീ പദ്ധതിയും അല്ലാതെ മറ്റു കാര്യങ്ങളും നടക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധത്തിലാകുമ്പോൾ MP രാജേഷോ ഈ പറയുന്ന ബാലഗോപാലോ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാർ രാജീവോ ആരും തന്നെ ഒന്നും സംസാരിക്കാൻ വരുന്നില്ല. കാരണം എന്തുകൊണ്ട്? ഈ പറയുന്ന രാജീവും MP രാജേഷും തോള് കൊടുത്താണ് പിണറായി വിജയൻ ഇന്ന് ഈ നേതാവായി. അതായത് പാർട്ടിയുടെ പല സമ്മേളനങ്ങളും എറണാകുളം പിടിക്കാൻ P രാജീവിനെ ഉപയോഗിച്ചിട്ടുണ്ട്, കൊല്ലം പിടിക്കാൻ ബാലഗോപാലിനെ ഉപയോഗിച്ചിട്ടുണ്ട്, പാലക്കാട് പിടിക്കാൻ MP രാജേഷിനെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരെല്ലാം തോളിച്ചവിട്ടി കയറി നേതാവായ പിണറായി വിജയൻ പിന്നീട് ഇവർ മന്ത്രിയായി കഴിഞ്ഞിട്ട് മരുമകനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോയപ്പോൾ 2ാം നിര നേതാക്കൾ മൗനമായിരുന്നതും നമ്മൾ ഈ സർക്കാരിൻ്റെ അവസാന നാളുകൾ കണ്ടതാണ്. അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. PV അൻവർ ഒരു യോജിച്ച എതിരാളിയാണ് ബേപ്പൂരിൽ. അദ്ദേഹത്തിൻ്റെ റീൽസ് നാടകങ്ങളും പൊളിച്ചെടുക്കാൻ അൻവറിന് കഴിയും. നമ്മളൊരു എന്താ പറയുക, രാഷ്ട്രീയം പഠിക്കുന്നവരെന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത്, ബേപ്പൂർ മാത്രം അൻവറിനെ സംസാരിക്കാനേ അനുവദിക്കരുത്. അദ്ദേഹത്തിനെ കേരളത്തിൽ ഉടനീളം കൊണ്ടുപോയി UDF സംസാരിപ്പിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ കഴിയും. അത് UDF വോട്ടാകും, അത് നേട്ടമാവുകയും ചെയ്യും.